കെപിസിസി പുനഃസംഘടനയിൽ ഹൈക്കമാൻഡിന്റെ അന്തിമ ചർച്ചകൾക്ക് മുന്നോടിയായി കണ്ണൂരിൽ ഇന്ന് നിർണായക കൂടിക്കാഴ്ച നടക്കും. എഐസിസി ജനറൽ സെക്രട്ടറി കെ.സി. വേണുഗോപാൽ കെപിസിസി അധ്യക്ഷനുമായി കൂടിക്കാഴ്ച നടത്തും. നമുക്കറിയാം, കെപിസിസി അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് സുധാകരൻ മാറും എന്ന അഭ്യൂഹങ്ങൾക്കിടയിലാണ് ഈ സുപ്രധാന കൂടിക്കാഴ്ച. ഡാൻ ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവെക്കും. ഡാന്, സുധാകരൻ മാറിയാൽ ആര് എന്ന ചോദ്യങ്ങളായിരുന്നു കഴിഞ്ഞ കുറെ ദിവസങ്ങളിൽ. പക്ഷേ കൃത്യമായി തന്നെ ഡാൻ ഇന്നലെ പറഞ്ഞു സുധാകരനെ മാറ്റില്ല. കാരണം സുധാകരൻ പറഞ്ഞത് താൻ കെപിസിസി അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറിയാൽ MP സ്ഥാനവും രാജിവെക്കും എന്നുള്ളതാണ്. തൽക്കാലം അത്തരമൊരു പ്രതിസന്ധിയിലേക്ക് പാർട്ടിയെ തള്ളാൻ നേതൃത്വം തയ്യാറായേക്കില്ല. എന്താണ് മനസ്സിലാക്കേണ്ടത്? കെ.സി. വേണുഗോപാൽ എന്തൊക്കെയാകും സുധാകരനുമായി ചർച്ച നടത്തുക? ദേശീയ നേതൃത്വത്തിന്റെ കൃത്യമായ പിന്തുണ ഉറപ്പാക്കിക്കൊണ്ട് തന്നെയാണ് കെ സുധാകരൻ പുനഃസംഘടനാ നടപടികളിലേക്ക് കടക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് സംസ്ഥാനത്തെ മുതിർന്ന നേതാക്കളെല്ലാം അധ്യക്ഷ സ്ഥാനത്ത് സുധാകരൻ തന്നെ തുടരണമെന്ന നിലപാടിലായിരുന്നു. A.K. ആന്റണിയും രമേശ് ചെന്നിത്തലയും മുല്ലപ്പള്ളി രാമചന്ദ്രനും VM സുധീരനും ഒപ്പമുള്ള K. മുരളീധരൻ ഉൾപ്പെടെയുള്ള നേതാക്കളെല്ലാം അദ്ദേഹത്തിന് പരസ്യ പിന്തുണയുമായി തന്നെ രംഗത്തെത്തുന്ന പശ്ചാത്തലമുണ്ടായിരുന്നു. അവിടെയാണ് അദ്ദേഹത്തിന്റെ സമ്മർദ്ദ നീക്കം ഫലം കണ്ടത്. അങ്ങനെയാണെങ്കിൽ ഇന്ന് നടക്കുന്ന കൂടിക്കാഴ്ചയിൽ പ്രധാനമായും ചർച്ചയായി മാറുക പുനഃസംഘടനാ വിഷയം തന്നെയായിരിക്കും. പ്രതാപചന്ദ്രൻ നായരുടെ നിര്യാണത്തോടെ ഒഴിവ് വന്ന KPCC ട്രഷറർ സ്ഥാനം, അതോടൊപ്പം കാര്യക്ഷമമല്ലാത്ത KPCC ജനറൽ സെക്രട്ടറിമാർ, DCC അധ്യക്ഷന്മാർ തുടങ്ങിയവരെ മാറ്റിക്കൊണ്ട് DCC തലത്തിലും KPCC തലത്തിലും ഒരു പുനഃസംഘടനയ്ക്ക് വഴിയൊരുങ്ങുകയാണ്. അവിടെ വയനാട്, തൃശൂർ ജില്ലകളിൽ, പ്രത്യേകിച്ച് തൃശൂരിൽ 3 പേരുകൾ നേരത്തെ തന്നെ ഉയർന്നു കേട്ടിരുന്നു. ജോസ് വള്ളൂരിന്റെ പേരും അതോടൊപ്പം തന്നെ അനിൽ അക്കര, അതോടൊപ്പം KPCCയുടെ ഓഫീസിന്റെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി TU രാധാകൃഷ്ണൻ, ഇവരിൽ ആരെങ്കിലും ഒരാൾ അധ്യക്ഷ സ്ഥാനത്തേക്ക് എത്തിയേക്കുമെന്ന സൂചനകളുണ്ട്. വയനാട്ടിൽ ഈ DCC ട്രഷററുടെ ആത്മഹത്യയെ തുടർന്ന് ആരോപണ വിധേയനായ DCC അധ്യക്ഷൻ ND എപ്പച്ചനെ മാറ്റി പകരം പ്രാദേശിക നേതൃത്വത്തിന് സ്വീകാര്യനായ ഒരാളെ അധ്യക്ഷ സ്ഥാനത്തേക്ക് ഉയർത്തിക്കാണിക്കണമെന്നൊരു പൊതുവികാരമുണ്ട്. അതടക്കമുള്ള കാര്യങ്ങളിലാണ് വിശദമായ ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷേ 8 അല്ലെങ്കിൽ അതിലധികമോ DCC അധ്യക്ഷന്മാരെ മാറ്റുന്നതടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ച് വിശദമായ ചർച്ചകൾ നടക്കുന്നുണ്ട്. തീരുമാനം എങ്ങനെയാവണമെന്നത് ഹൈക്കമാൻഡിന്റെ തന്നെയായിരിക്കും. അതിനു മുന്നോടിയായിട്ടാണ് KPCC അധ്യക്ഷനുമായി കെ.സി. വേണുഗോപാൽ കണ്ണൂരിൽ ഇന്ന് കൂടിക്കാഴ്ച നടത്തുന്നത്. ഈ തെരഞ്ഞെടുപ്പിന് വേണ്ടി പാർട്ടി സജ്ജമാകുന്ന ഒരു പ്രത്യേക സാഹചര്യത്തിൽ നേതൃത്വത്തിനിടയിലുള്ള അനൈക്യത്തിൽ ദേശീയ നേതൃത്വത്തിന് വലിയ തരത്തിലുള്ള ഒരു അസംതൃപ്തിയുണ്ട്. അത് ഹൈക്കമാൻഡ് നേതൃത്വത്തെ ദീപാദാസ് മുൻഷി തന്നെ അറിയിക്കുകയും ചെയ്തതാണ്. അങ്ങനെയാണെങ്കിൽ അത് ഐക്യത്തിന്റെ സന്ദേശം നൽകുന്നതിന് വേണ്ടിയുള്ള കൂടിയാലോചനകൾ കൂടി കെ.സി. വേണുഗോപാലുമായി കെ. സുധാകരൻ നടത്തുന്ന കൂടിക്കാഴ്ചയിൽ ഉരുത്തിരിയുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും സുധാകരനുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു കൂടിക്കാഴ്ച ഇന്ന് കണ്ണൂരിൽ നടക്കുന്നുണ്ട്. കെ.സി. വേണുഗോപാൽ കണ്ണൂരിലുണ്ട്. അദ്ദേഹം കാണും, അനുനയ ശ്രമങ്ങൾ നടത്തുകയും ചെയ്യും.